നമ്മളെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇവിടെ ഇനി എങ്ങും വണ്ടി നിർത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. വന്യമൃഗമുള്ള ഏരിയ. അപ്പോൾ എൻ്റെ അടുത്തും പറഞ്ഞ ആ ബൈക്കാരുടെ കൂട്ടത്തിൽ പോകാൻ പറഞ്ഞു. ചിലപ്പോൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യും മട്ടവടയിൽ. നോക്കാം. നമ്മളങ്ങനെ വട്ടവട ഇരുന്ന് കയറിയിരിക്കുക. വട്ടവട ഗ്രാമം. ഇപ്പം ഇനിയെന്ത് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചില്ല. അത് ഇന്ന് വടയും കഴിച്ച് ഒരു ബൂസ്റ്റും കുടിച്ച്. പുലിമേട്ടിൽ പ്രവേശിക്കരുത്. ഡു നോട്ട് എൻ്റർ ഇൻസൈഡ് ഗ്രാസ് ലാൻഡ്. ഫോറസ്റ്റായത്. ബാംഗ്ലൂർ പോയപ്പോൾ മറ്റേ എന്ത് വരുന്നത് ഗൂഡല്ലൂർ ഫോറസ്റ്റും പിന്നെ മറ്റേ വേറെ ഫോറസ്റ്റൊക്കെ വരുന്നുള്ളൂ. പിന്നെ ആ ഒരു പേടിയും ആ ഒരു ഇതങ്ങ് പോയി. നല്ല സെറ്റ് സ്ഥലം, അടിപൊളി രസമുണ്ട് കേട്ടോ. വട്ടവടയിൽ പോകാൻ ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ. കൊള്ളാം. അവർ വിട്ടുപോയി, ഞാൻ പോട്ടെ. താഴോട്ട് ഇറങ്ങിക്കോട്ടിരിക്കുക. ഇവിടെ നമ്മൾ മേളിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, മണി എന്ന് പറഞ്ഞ ആ ചേട്ടൻ ഇവിടെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നെ. അതിന് നമ്മൾ താഴോട്ട് ഇറങ്ങിക്കോട്ടിരിക്കുക. ചേട്ടാ നാക്ക് വിളിക്കുന്ന കാശ് പറയുന്നൊന്നും ശരിയാവുന്നുമില്ല. നമ്മളങ്ങോട്ട് ഇറങ്ങിക്കോട്ടിരിക്കുക. പിന്നെന്തുവാ, പിന്നെ അതൊക്കെ തന്നെ. എൻ്റെ കൂടെ വന്ന 2 വണ്ടി കണ്ട് അവർ കാണുന്നില്ല. എന്തോ ചെയ്യാനാന്ന് പറയാം. ഫുൾ ഓഫ് റോഡാണ്. വലിയ പൊളിച്ച വണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചാടി വേണം കഴിഞ്ഞ്. ഈ വണ്ടി ഫ്രണ്ടിലുള്ളതുകൊണ്ട് നമുക്ക് കൈ കൊടുത്ത് കയറി പോകാനും പറ്റുന്നില്ല. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറാനും പറ്റുന്നില്ല. എന്തോ ചെയ്യാനാന്ന് ഫുള്ളിങ്ങനെ ഓഫ് റോഡ്. ഇതിൻ്റെ വണ്ടിയുടെ കാര്യം ഇതിന് തീരുമാനമായി. നല്ല രസമുണ്ട്. എന്താണെന്ന് ഇപ്രാവശ്യം എനിക്ക് ഒറ്റയ്ക്കായിട്ട് എന്തൊരു വിഷമം. ഒറ്റയ്ക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നില്ല. അവനായിട്ട് പോവാൻ വാക്ക് പറഞ്ഞിട്ടേ അവൻ വരാതെ ഒറ്റയ്ക്ക് പോകുന്നതിൻ്റെ ഒരു വിഷമമുണ്ട്. പിന്നെ അനിയനെ വിളിച്ച യാസീനെയൊക്കെ അവനും പിന്നെ ട്രാവലല്ല, അവന് ഗെയിമിങ്ങാ. അത് അവൻ്റെ മൈൻഡ്. പിന്നെ ഓരോരുത്തരും ഓരോ രീതിയല്ലേ. അപ്പോൾ നമ്മളാരെയും പ്രഷർ ചെയ്തും ഇഷ്ടമില്ലാത്ത ആരെയും കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കരുത്. അത് ശരിയാവത്തില്ല. പിന്നെ നമുക്കും മടുക്കും, അവർക്കും മടുക്കും. വെറുതെ എന്തിനാ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടെ അല്ലേ ഇത് ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ പോകും. ഞാൻ ഇത് മാത്രം പറഞ്ഞില്ല കേട്ടോ, മൊത്തത്തിൽ പറഞ്ഞതാണ്. ഞാൻ താഴെ അവിടെ മണി എന്ന് പറഞ്ഞൊരു ചേട്ടനെ പരിചയപ്പെട്ട്, തമിഴനാ ചേട്ടൻ. നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ നമുക്ക് ടെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളത്തിനും അപ്പം അത്
എന്തായാലും ഞാനിവിടെ മേളിൽ പോയിട്ട് അപ്പോഴത്തേക്ക് പറയാൻ പറയാനെന്നൊക്കെ പിന്നോടും പറഞ്ഞു. നമുക്ക് എന്തായാലും മേളിൽ പോയിട്ടുള്ള ടൈം അനുസരിച്ച് നോക്കാം. എനിക്ക് പിന്നെ ഈ ഒറ്റ മൈൻഡ് ആയതുകൊണ്ട് ചിലപ്പം ഞാനങ്ങ് പോകും. എനിക്ക് 6 മണി വരെ എന്തായാലും സമയമുണ്ട്. ഇപ്പം 2:07 ആയതല്ലേ ഉള്ളൂ. അതിനുള്ള ടൈം ഇട്ടാണ് ചിലപ്പോൾ ഞാനങ്ങ് നേരെ മൂന്നാർ വിട്ട് അവിടെ എവിടെയെങ്കിലും സ്റ്റേ ആക്കിയേ എന്തുവാ എന്ന് വെച്ചാൽ നമുക്ക് നോക്കി ചെയ്യാം. സത്യം പറഞ്ഞാൽ മേളിലോട്ട് എങ്ങോട്ട് പോവാന്നൊരു പിടിയില്ല കേട്ടോ. കയറി വരുവേ. എവിടെ പോവാ പടച്ചോന്നറിയാം. എനിക്കറിഞ്ഞൂടത് എവിടെ പോയി. ഞാൻ ഒരു ബൈക്കുകാരൻ ഇപ്പോൾ വന്നായിരുന്നു. ആ ചേട്ടനോട് ഞാൻ ചോദിച്ചു മേളൊരു ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഒക്കെ. അപ്പോൾ 1000 മേലെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനേ കഴിയുന്നവർ പറയുക വെച്ചാൽ എങ്ങോട്ടാണ് പോകുന്നുണ്ട്. അത് മരമൊക്കെ ഇവിടെ മൊത്തം ഓഫ് റോഡാണ് മൊത്തമേ. ഫ്രണ്ടിലെല്ലാം ഭയങ്കര കട്ടറും സംഭവങ്ങളൊക്കെ. നമ്മുടെ ദുരിതത്തിൻ്റെ ആരും ഒരു തീരുമാനമായിട്ടുണ്ട്. കാരണം ഇവിടെ മൊത്തം തല്ലിപ്പൊളി റോഡ്. തല്ലിപ്പൊളി എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി റോഡ്. അടിച്ച് പൊളിച്ചു പോകാൻ നമുക്ക് പതുക്കെ പോകാനും പറ്റത്തില്ല. കാരണം വണ്ടി വലിക്കത്തില്ല മേളിലോട്ട്. ഓഫ് റോഡാ ഓഫ് റോഡ്. ഇവിടെ ഇപ്പം ചെറിയ റൂട്ടായി ഗൈസ്. ചെറിയ വഴി ഞാൻ കാണിച്ചു തരാവേ. കണ്ടോ, ചെറിയ വഴിയായി ഇപ്പം. ഇങ്ങോട്ടാ പോകുന്നതെന്ന് മേളിലെന്തോ ഉള്ളത്. ഇപ്പം ഈ റൂട്ടിൽ ആരെയും കാണുന്നില്ല. കാരണം എൻ്റെ കൂടെ വന്നവരൊന്നും കാണുന്നില്ല. അവർ എങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല. ഞാൻ അവിടെ വെച്ച് അവരുടെ അടുത്ത് സംസാരിക്കാൻ നിന്നപ്പോഴത്തേക്ക് ഇവർ അങ്ങ് പോയി. പിന്നെ എങ്ങോട്ടാണെന്ന് അറിഞ്ഞില്ല. നമ്മൾ പിന്നെ അവർ പറഞ്ഞ റൂട്ട് അനുസരിച്ച് വന്നുകൊണ്ടിരിക്കുക. ലൊക്കേഷനൊന്നും ഇവിടെ വർക്കാവൂല. ലൊക്കേഷനൊന്നും ഇവിടെ വർക്കാവൂല. അതുകൊണ്ട് നമ്മൾ ഇവിടെ എൻ്റെ ലൊക്കേഷൻ നിലവിൽ ഇവിടെ കഴിഞ്ഞ് അറൈവിങ് കാണിക്കുന്നു. നെറ്റുമില്ല, ഏതാണെന്ന് മനസ്സിലാവുന്നുമില്ല. ഇതുവരെ മേളിലെത്തിയിട്ടില്ല. ഇത് വിറ്റതല്ല. നമ്മുടെ വണ്ടിക്ക് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം 500-ന് അടിച്ച്. അത് കഴിഞ്ഞ് കോട്ടയം കഴിഞ്ഞാണ് ഈ ഇതിൻ്റെ ചുരം കയറുന്നതിന് മുന്നേ ഒരു 500-ന് അടിച്ചു. അങ്ങനെ 1000 രൂപയൊക്കെ അടിച്ചിട്ടുള്ളൂ വണ്ടിക്ക്. എന്താവുമെന്ന് അറിയത്തില്ല. മേളിൽ കയറി വരുകയും ചെയ്ത്. നമുക്കിനി മൂന്നാർ ചെല്ലാതെ പമ്പും ഇല്ല. ആ വട്ടവടയിലൊന്നും പമ്പും സാധനം എന്തോ ഞാൻ വരുന്ന വഴിയൊന്നും കണ്ടുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊക്കെ ഞെട്ടി കണ്ട് നിൽക്കുന്നത് പേടിച്ചു പോയി. ഈ സൗണ്ട് കേൾക്കുന്നത് വേറെ എന്തെങ്കിലും കാണാമായിട്ട്. ഓടിച്ചിട്ട് എത്തുന്നില്ല. കുറേ നേരമായി മല കയറാൻ തുടങ്ങിയിട്ട്. ഒരു ജീപ്പ് വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വരാനല്ലായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇങ്ങനൊരു യാത്ര ഞാനിപ്പോൾ ഉടനെ തീരുമാനിച്ചതും അല്ലായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ അമല്, അവനുമായിട്ട് വരാനായിരുന്നു. പക്ഷെ അവൻ ഇന്നലെ രാവിലെ വരെ ഒന്നും അവന് വരുന്നതിനൊന്നും സീനില്ലായിരുന്നെന്ന് പറഞ്ഞാൽ അവനെ തന്നെ പറഞ്ഞ് തീരുമാനിച്ച് പ്ലാൻ ആക്കിയതല്ല. രാത്രി വിളിച്ചിട്ട് പറഞ്ഞ് വരുന്നില്ല. അവനെ ആന്ത് ചെയ്യും. എല്ലാം ഞാനാണെങ്കിൽ അവനോടെല്ലാം ചോദിച്ചതുവാ. അപ്പോൾ അവൻ അവസാനം കാലും മാറി. അവനുള്ള ഞാൻ വീട്ടിൽ ചെന്ന് കൊടുക്കുന്നുണ്ട്. വേറെ താഴെ കണ്ടോ, കാണാൻ
പറ്റത്തില്ല. അവനുള്ള എന്തായാലും ഞാൻ ചെന്നിട്ട് കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ മേലോട്ട് കയറിക്കൊണ്ടിരിക്കുക, കയറി ഇതുവരെ എത്തിയതുമില്ല. ജീപ്പൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു പയ്യനാവട്ടെ നമ്മൾ വ്ളോഗ് എടുക്കുന്നുണ്ടാ കൈ നോക്കി കാണിച്ചു നമ്മൾ ഫേമസ് ആയി ഗൈസ്. അതാ എൻ്റെ വണ്ടിയുടെ എണ്ണ തീരാനായെന്ന് തോന്നുന്നു. കാരണം വണ്ടി പമ്മി തുടങ്ങി ഗൈസ്. എണ്ണ തീർന്ന പെട്ടു. കാരണം ഒരു വഴിയും ഇല്ല. പിന്നെ ബ്ലാക്കിന് വല്ലതും മേടിക്കേണ്ടി വരും. തല്ലിപ്പൊളി റോഡ് ഗൈസ്. എൻ്റെ നാടുമൊക്കെ പൊളിഞ്ഞ്. റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? ഇങ്ങനെ റോഡ് ഇങ്ങനെ മാറിയിട്ട് പോവുക ഭയങ്കര പാട്. ഒഴിഞ്ഞാൽ വണ്ടി പമ്പും ദുൽദുലേ എൻ്റെ പൊന്നെ നമുക്ക് ആ വഴിയിലാക്കല്ലേ. അവിടെ പൊന്നല്ലേ അക്കട് ബേബിയല്ലേ എന്ന് വഴിയിലാക്കല്ലേ കേട്ടോ. കാരണം വേറെ ഒരു വഴിയില്ല. എന്നാൽ നമ്മൾ ഈ മലമുകളിലാണ്. ഒരു വഴിയില്ല എന്ന് വെച്ചാൽ ഒരു വഴിയില്ല. ഇങ്ങനെ പോകും നമ്മൾ. എണ്ണ തീരല്ല. നമ്മൾ സത്യത്തിൽ ഇപ്പോൾ എവിടെ പോകുന്നത് ഒരു പിടിയുമില്ല. പിന്നെ പോയാൽ 6 മണിക്ക് മുന്നേ എങ്ങനെ ഇറങ്ങും പടച്ച തമ്പുരാനെ. എന്തോ ചെയ്യാനാണെന്നുണ്ടാവും. നമുക്ക് 6 മണിക്ക് തിരിച്ചിറങ്ങുകയും വേണം. അമ്മ ഇവിടുന്ന് എത്തുന്നുമില്ല. 2:30 തോന്നുന്നു. ഒച്ചയും അടയ്ക്കുന്നുണ്ട്. കയറി ടോപ്പിലിങ്ങ് എത്തി. ഇതുവരെ എത്തിയിട്ടില്ല, സ്ഥലം എത്തിയിട്ടില്ല. അതെ തല്ലിപ്പൊളി റോഡാണ്. എനിക്കാണ് എന്നും ഇതിൽ ഓടിച്ച് ശീലമില്ലാത്തതുകൊണ്ട് പാടും. അത് പൊളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജീപ്പ് വരും. പിന്നെ 4x4 കാറ് ഒക്കെ വരുന്നുണ്ട്. ജീപ്പ് വരുന്നുണ്ട്. കാണിച്ചാൽ ജീപ്പ് വരുന്നുണ്ട്. ആ വണ്ടികൾ പോകുമ്പോൾ ഒരു സമാധാനമുണ്ട്. കാരണം ഇത് വേറെ ആരുമില്ല. നമ്മൾ മേളിൽ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് തോന്നി അവര് ആദ്യം നമ്മളേലും മുന്നേ മേളിൽ പോയി കാണും. എന്നാലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണണ്ടേ അവരെ. ഇതുവരെ കാണുന്നുമില്ല. ഫസ്റ്റിൽ തന്നെ ഗൈസ് വണ്ടിയിട്ട് വലിക്കുന്നത്. ഞാൻ ആ വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ച് ഇതുണ്ടോ അതെ തെന്നുന്ന് നിന്നില്ല. എൻ്റെ കൈ ഒന്നാമത് ഇതുണ്ട്. ഈ പൊടി അടിച്ച് വന്ന് മൊത്തം ഇതായത് ഇതുണ്ടോ. നമ്മൾ ടോപ്പിൽ വന്നപ്പോൾ ഇതുണ്ട് ഒരു അമ്പലത്തിൻ്റെ ഇതൊക്കെ രസമുണ്ടല്ലേ. കഴിഞ്ഞില്ല. നേരം കൊണ്ട് ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്ന കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമം. ഓഫ് റോഡായത് എണ്ണ കത്തി തീർന്നിട്ടിരിക്കല്ലേ. ദുൽദുലിവിടെ കണ്ണടച്ച് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വിധം നമ്മൾ ടോപ്പിലെത്തി കയറിക്കൊണ്ടിരിക്കുക. അതുവരെ നമ്മൾ ഇങ്ങോട്ട് ആരും കയറുന്ന കാണുന്നില്ലല്ലോ. ഇറങ്ങുന്നത് കാണും. കയറുന്നൊന്നും കണ്ടില്ല. കയറി നമ്മൾ ഒറ്റയ്ക്ക് കയറുക. എന്നിട്ടാന്നില്ല ആ കാറുണ്ട്. അതെ ആ പോയ വെള്ളക്കാറ്. ആ കാറിൽ ഒരു ഫാമിലി ആയിരുന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കാണിച്ചപ്പോൾ അവർ നിർത്തി. എന്നിട്ട് ഞാൻ ചോദിച്ചു മേളിൽ എന്താന്നുള്ളത്. ഇപ്പം മേളിൽ വാട്ടർഫാൾസും പിന്നെ അവിടുന്ന് 2 കിലോമീറ്റർ പോകുമ്പോൾ കേവും പിന്നെ എന്തുവാ വ്യൂ പോയിന്റും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞ് തിരിച്ച് വട്ടവട വന്ന് എന്തായാലും 6 മണിക്ക് മുന്നേ നമുക്ക് വട്ടവടയിൽ നിന്ന് ഇറങ്ങാൻ കഴിയും. കാരണം വെറുതെ ഇനി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ തന്നെ നിൽക്കണമെന്നില്ലല്ലോ. എന്തായാലും ഇറങ്ങാം. നല്ല കേറ്റോ ഗൈസ്.
നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുക. ഞാൻ അവരോട് ചോദിച്ചു, അപ്പൊ ഇവിടെ അടിച്ചു ടയറിലടിച്ച്. അവിടെ എന്തോ നോക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോയി നോക്കിയതേ, അവിടെ ഒരു ബോർഡ് ഉണ്ട്, എന്തോ നോക്കാൻ പോയത്. അവിടെ അത് മറ്റേ ഈ ജീപ്പിൽ വരത്തില്ലേ, ജീപ്പിൽ വരുന്നവർക്ക് മാത്രം എൻട്രി ഉള്ളതാ. ഇത് ഫ്രണ്ടിലെന്തോ കാണുന്നു, ഈ അതേതുണ്ടോ. നമുക്ക് മേളിൽ എത്തിയെന്ന് തോന്നുന്നു, നോക്കാം. ഇത്ര നേരം കയറ്റമാണ്, ഇപ്പതേ നല്ല കുത്തനെയുള്ള ഇറക്കുക. അവിടെ വ്യൂ പോയിന്റ് കഴിഞ്ഞ് അടുത്ത് നമ്മള് അവിടെ ഇറങ്ങുവാൻ ഇനിയുണ്ട്. ഇപ്പം നല്ല കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ അടുത്ത ഇവിടുന്ന് അവിടെ ഇപ്പം കഴിഞ്ഞത് വ്യൂ പോയിന്റാണ്. പിന്നെ ഇനിയുള്ളത് കേവ് ഉണ്ട്, പിന്നെ വാട്ടർഫാൾസും ഉണ്ട്. ഇനി അങ്ങോട്ട് വേണം അടുത്ത പോകാൻ. വണ്ടിയിൽ സൗണ്ടൊക്കെ വന്ന് തുടങ്ങി കാശ്, കാരണം സൈലൻസറൊക്കെ ലൂസായി. സൈലൻസർ ഞാൻ പുതിയ ഇത് മേടിച്ച് വെച്ചിരുന്നേ വണ്ടിക്ക്, പക്ഷേ അതെല്ലാം ഈ കട്ടറിൽ അടിച്ചത് ടക്കെന്ന് ഭയങ്കര അടിയാണ് വണ്ടി. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, വേറെ സീനൊന്നുമില്ല. സൈലൻസറും നമ്മുടെ ആ മെയിൻ എഞ്ചിനിൽ നിന്ന് വരുന്ന കണക്ഷൻ ഇല്ലേ, ആ പൈപ്പും തമ്മിൽ സൈലൻസറിനകത്ത് കയറ്റി വെക്കുന്നൊരിതുണ്ടല്ലോ, അതും പോകുന്നതാണ്. അത് പോയിരിക്കുമായിരുന്നു. ഞാൻ പുതിയത് മേടിച്ച് അതും വെച്ചിട്ട് അതും പോയി. അതാ ഇവിടെ നാടുന്നത്. വണ്ടി നന്നായിട്ട് തെന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം വീഴേണ്ടതായിരുന്നു, കാറുകാരൻ വന്ന് വെട്ടിച്ചതാ. ഞാൻ ഇപ്പുറത്തോട്ടാക്കി നേരെ അപ്പുറത്ത് കല്ലിനകത്ത് എല്ലാം കൂടെ കയറി അങ്ങ് പോയി. അത് വീഡിയോ പെട്ടെന്ന് കട്ട് ചെയ്തായിരുന്നു. അതൊക്കെ സൂക്ഷിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക. ഭയങ്കര ടഫ് ഏരിയ, റിസ്കി ഏരിയയിലോ ശല്യം. ഇതുണ്ടോ, അത് ജസ്റ്റ് മിസ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോൾ ഇവിടെ ചാടിയായിരുന്നു സീനായേനെ. ഗൈസ്, നമ്മുടെ ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി ജാമാവുന്നുണ്ട്, കാരണം ഈ കണ്ടിന്യൂസ് പിടിക്കുമല്ലേ. അപ്പം ചൂടായിട്ടേ അന്ന് ഞാൻ ഈ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഫസ്റ്റ് യാത്ര തുടങ്ങി ആദ്യമായിട്ട് നമ്മുടെ മലപ്പുറം പോയൊരു മല കയറിയായിരുന്നു. അവിടെ കയറി കണ്ടിന്യൂസ് കയറി പിടിച്ച് ഓർമ്മയുണ്ട്. നമ്മളില്ല മല മുകളിൽ ചെന്നിട്ട് ഒരു ചേട്ടനെയൊക്കെ വിളിച്ചോണ്ട് വന്നു, പിന്നെ ബ്രേക്ക് റെഡിയാക്കിയതൊക്കെ. അതേപോലെ ഒരു വണ്ടി ബ്രേക്ക് ജാമാവുന്നുണ്ട് ബുള്ളറ്റിൻ്റെ. അതേപോലെ തന്നെ സെയിം കിട്ടുന്നില്ല, കിട്ടുമ്പോൾ ആ ജാമം അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും. അതായത് നമുക്ക് സൂക്ഷിച്ച് ഓടിക്കാം. ഞാൻ വലിയ സ്പീഡിലൊന്നും അല്ല ഓടിക്കുന്നത്, സൂക്ഷിച്ച് നമുക്ക് പോവാം. കയറിയവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് ടൈമില്ല, അതല്ലേ വിഷയം. എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ വയ്യ. എന്തായാലും പോയി എത്രയും വേഗം പോയി കണ്ട് നമുക്ക് തിരിച്ചത്. കാരണം ഇപ്പൊ തന്നെ സമയം നോക്കട്ടെ. ഓപ്പോ 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 സമയം എത്രയായി? സമയം കാണുന്നില്ല ഗൈസ്. നമ്മളിങ്ങനെ ഉള്ള ഏരിയ ഫോറസ്റ്റിലെത്തി ഗൈസ്. പക്ഷെ ഇപ്പൊ ആരുമില്ല. പക്ഷെ ഒരു സീൻ ഇപ്പൊ വന്നിട്ടുണ്ട്. വണ്ടി ജസ്റ്റ് എന്തായാലും ഇവിടെ നിർത്തിയേ പറ്റുള്ളൂ, കാരണം നമ്മുടെ സൈലൻസർ അഴിഞ്ഞിട്ടുണ്ട്. സൈലൻസർ ഭയങ്കരമായിട്ട് അടിക്കും. സൈലൻസർ അഴിഞ്ഞു വന്നിട്ടുണ്ട്. വെറുതെ കിടന്ന് വിളിക്കൊണ്ടിരിക്കുക. വണ്ടി കട്ടറിൽ ചാടാതെ എന്തായാലും. ഈ സൈലൻസറിൻ്റെ അവസ്ഥ ഉണ്ട്. സൈലൻസർ ഇത്രയും ലൂസായി. അപ്പോൾ അത് സീനാണ്. നമ്മളതെന്തായാലും ചെയ്യണം. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വെച്ച് എന്തായാലും ചെയ്യാൻ എൻ്റെ സ്പാനറും സാധനങ്ങളും ഒന്നും ഇല്ല. എന്തായാലും റെഡിയാക്കാം. നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇവിടെ. മാത്രമല്ല എല്ലാവരും കാത്തോണേ.
ഇത്രയും പ്രതീക്ഷയില്ല, വട്ടാവുമെന്ന് പ്രതീക്ഷയില്ല. ഭ്രാന്തെടുക്കില്ല ഇവിടെ. എവിടോട്ടായി പോകുന്നത്? ലൊക്കേഷനും ഇല്ല, ഒന്നുമില്ല. അതെ ഓപ്പൊക്കെ ഓഫാകണ്ട, ഒന്നുമില്ല. അങ്ങ് പോവുക. റബ്ബേ നല്ലതേ വരട്ടാളെ റബ്ബേ. ഇവിടെ ഒന്നൊരു പിടിയുമില്ല നമുക്ക്. കുട്ടിയൊക്കെ കണ്ട് തുടങ്ങി. ഇതുണ്ട് ഭയങ്കര ഇറക്കം. എന്ത് റോഡെല്ലാം തല്ലിപ്പൊളിയേ. ഞാൻ അവിടെ ഒരു പയ്യനോട് ചോദിച്ചു, പയ്യൻ തമിഴനാ, ചോദിച്ചു കൊച്ചിറക്കനാ. അപ്പോൾ അവൻ താഴെ ഇതുവഴിയാണ് പോകണ്ടേന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവഴി ഇറങ്ങിക്കൊണ്ടിരിക്കും. എന്തൊക്കെയാണോ പിടിയില്ല, ഫുള്ള് റിസ്ക്. ഞാനിങ്ങനെ റിസ്ക് ഇത്രയൊന്നും എടുക്കത്തില്ല ഫുള്ള് യാത്രയിൽ. വണ്ടിയെ ഇത്രയൊന്നും ഇട്ട് അലപ്പിച്ചിട്ട് ഓടിക്കത്തൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ പെട്ടുപോയി. പക്ഷെ ഇത് ഫുള്ള് റിസ്ക് ഏരിയ. കട്ടറും ഓഫ് റോഡാ ഫുള്ള്, കട്ടറൊന്നും അല്ല ഇത്. എൻ്റെ റബ്ബ, എനിക്ക് വയ്യ. സൈലൻസറിൻ്റെ സൗണ്ട് കേട്ടോ കേസ്. സൈലൻസർ അടിക്കുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. അത് ഇളകിയിട്ടുണ്ട് സൈലൻസർ. അതെ ഈ കല്ലിലടിച്ച ഞാൻ കുഴഞ്ഞ്. My energy fully lost. Hello. Oh my God. Please help me. I'm tired. അവിടെ പണി വാളിയത് അതുണ്ടോ? ആ വളവിൽ വണ്ടിയെല്ലാം കൂടെ വന്ന് ബ്ലോക്കായി. ഇറക്കിക്കോളാം. നല്ല ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുക. തിരക്കാ മൊത്തം.